ഹലോ വല്ല എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? സുഖമായിരിക്കട്ടെ എന്ന് വിചാരിക്കണം. ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് മെഡിസിന് കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് വാങ്ങാനും വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. നമ്മുടെ ഡ്യൂട്ടി രാവിലത്തെ ഡ്യൂട്ടികളൊക്കെ കഴിഞ്ഞിട്ടോ, ഇപ്പോൾ വൈകുന്നേരം ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മൾ നേരെ എത്തി അൽദവ എന്നതിൻ്റെ ഇതിൻ്റെ പേര്, സെയ്ദലിൻ്റെ മെഡിക്കൽ ഷോപ്പിൻ്റെ പേര് സെയ്ദാലി അല്ല കേട്ടോ, സെയ്ദലിയ. ഇവിടെ അറബിയിൽ മെഡിക്കൽ ഷോപ്പിന് പറയുന്ന പേരാണ് സെയ്ദലിയ. ഇനി ഇപ്പോൾ സെയ്ദാലിൻ്റെ അടുത്ത് പോകണ്ട ആരും, സെയ്ദലി പറഞ്ഞ മെഡിക്കൽ ഷോപ്പാണ്. അപ്പോൾ നമ്മൾ നേരെ എത്തിയിട്ടുണ്ട്. മെഡിക്കൽ ഷോപ്പിൻ്റെ നേരെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കൊരു ക്രീമാണ്, ആ സാധനം ഇവിടെ ഉണ്ടോ അറിയില്ല, അവരെ ചോദിച്ചു നോക്കണം. അപ്പോൾ ഈ ഇവിടേക്കൊന്നും നമുക്ക് പോകേണ്ട ആവശ്യമില്ല. മെഡിക്കൽ ഷോപ്പിൻ്റെ ഒരു കോലം കാര്യങ്ങളൊക്കെ നിങ്ങളെയും കൂടി കാണിക്കുക എന്നുള്ള പരിപാടി കേട്ടോ. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. നമ്മളെ നാട്ടിൽ പോലെ ഒരു മരുന്ന് മാത്രം ഒന്നുമല്ല കേട്ടോ. ഇവിടെ എല്ലാ ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാകും മെഡിക്കൽ ഷോപ്പിലാവുമ്പോൾ. അതായത് അസ്ലിക്കാരം, ഒറിജിനൽ സാധനക്കാരം. നമ്മളെ കുന്നംകുളം അവിടുന്ന് ഇവിടുന്ന് അടിച്ച് റൂമിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന സാധനമൊന്നും അല്ല ഈ കാരണം. ഇതൊക്കെ ഒറിജിനൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സാധനം കേട്ടോ. അപ്പോൾ അവിടെ സാധനമില്ല. അപ്പം നേരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാത്രി ആയപ്പം വണ്ടിയൊക്കെ പോകുന്നത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ വീഡിയോ എടുത്തോ. അപ്പോൾ ആ സാധനം അവിടെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പ് പോകട്ടോ. നമ്മളെ നാട്ടിലത്തെ പോലല്ല, അടുത്ത് തന്നെ മെഡിക്കൽ ഷോപ്പുകൾ കാര്യങ്ങളുണ്ടാവും. നമ്മളെ ഇവിടെ കൊണ്ടോട്ടി ഒന്നാണെങ്കിൽ ഒന്ന് മഞ്ചേരി അല്ലേ ഈ കാരണം. ഇവിടെ അടുത്ത് തന്നെ മെഡിക്കൽ ഷോപ്പ് അടുത്തുണ്ട്. ഇവിടെ എല്ലാ ഗൾഫ് കൺട്രീസിലും ഇങ്ങനെ തന്നെ ആവും. അപ്പോൾ നമ്മൾ നേരെ വന്നിട്ടുണ്ട്. ഇവിടെ നെഹ്ദി മെഡിക്കൽ ഷോപ്പാണ്. ഇവിടെ ജിദ്ദയിലെ ഏറ്റവും നല്ല മെഡിക്കൽ ഷോപ്പാണ് കേട്ടോ. ഇവർ പറയുന്ന ഇവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മെഡിക്കൽ ഷോപ്പാണ് നെഹ്ദി. അൽദവയും വലിയൊരു കമ്പനിയാണ്, പക്ഷെ നെഹ്ദിക്ക് കുറേ ഇങ്ങനത്തെ മെഡിക്കൽ ഷോപ്പുകൾ കൂടുതലുണ്ട്. അപ്പോൾ നമ്മളവിടെ വന്നിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാണ്. നേരെ മെഡിക്കൽ ഷോപ്പിലേക്ക് കയറി നോക്കാം അവിടെ സാധനം ഉണ്ടോയെന്ന് അറിയാലോ. അങ്ങനെ ഇപ്പോൾ ഒന്നും പറയണ്ട മക്കളെ, നമ്മൾ ഇവിടെയും കയറി നോക്കി. ഇവിടെയും കയറിയപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഒരു വീഡിയോ വെറുതെ വന്നല്ലോ, ഒരു വീഡിയോ അങ്ങോട്ട് എടുത്താണ്ട് കുട്ടികളെ കാണിച്ചു കൊടുക്കാന്ന് വെച്ച്. ഇതാരും കാണാത്തൊന്നുമല്ല, മഹിമ പറയുന്നതല്ല. അപ്പോൾ മെഡിക്കൽ ഷോപ്പിൻ്റെ ഒരു ചൊറുക്കൊക്കെ നാട്ടുകാരൊന്ന് കാണിക്കുക. ഇവിടെ ഉള്ള നമ്മളെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചാൽ. ഇവിടെ സൗദി അറേബ്യ ഉള്ളവർക്ക് ഇതൊന്നും ഒരു പുതുമ ആവില്ല. സൗദി അറേബ്യ ഉള്ളവർക്ക് ഇതൊക്കെ 100 വട്ടം കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു അലക്കമല വീഡിയോ അറിയും. പിന്നെ നമ്മൾ ഏറെ പോട്ടെന്ന് വെച്ചാൽ മക്സലേക്കാണ് കേട്ടോ. ഒരു ഡ്രസ്സ് അവിടെ അലക്കാൻ കൊടുത്തിന്. അപ്പോൾ നേരെ അലക്കാൻ കൊടുത്തീനല്ല, കൊടുക്കാണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ് മക്സലേക്ക്. മക്സല അൽജാബിർ തന്നെ വേണം. അൽജാബിർ ഇവിടെ ജിദ്ദയിൽ അല്ല, GCCയിലൊക്കെ കണ്ടിട്ടോ അൽജാബിർ. അത് അറിയപ്പെട്ട ഒരു മക്സലയാണ് അൽജാബിർ. അപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ് മക്കളെ. അപ്പോൾ അവിടെ എത്താനായിട്ടുണ്ട് അൽജാബിറിൽ. ഈ യൂട്ടേണും കൂടി അടിച്ച് നമ്മൾ തലക്കലാണ്. അപ്പോൾ യൂട്ടേൺ അടിക്കാൻ നാട്ടിൽ തിരിനെ പോലെ അങ്ങോട്ട് കുത്തി തിരിച്ച് നന്നായിട്ട് വണ്ടി കുത്തി മറയിലേക്കാണ്. അപ്പോൾ നമ്മൾ തിരിച്ചാണ്ട് നേരെ അൽജാബിറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഞാൻ ഇവിടെ ഒരു 10 വർഷമായിട്ടോ സൗദി അറേബ്യയിൽ. 10 ടോട്ടൽ 10 വർഷമായി. GCCയിൽ ഇവിടെ സൗദി അറേബ്യയിൽ 7 വർഷമായി. ഇതിൻ്റെ മുമ്പ് ഖത്തറിലായിരുന്നു. ഖത്തറിൽ 2014 വീട പറഞ്ഞു. പിന്നെ ഇവിടെ അങ്ങോട്ട് സൗദി അറേബ്യക്ക് വന്ന കേട്ടോ. 2014 ലാസ്റ്റോ 2015 സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വന്ന സമയത്തൊന്നും ഈ വികസനമൊന്നുമില്ല. നമ്മളെ ഈ റോഡ് കേട്ടോ, ബാക്കി ടോട്ടൽ വികസനമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വികസിച്ചിട്ടുണ്ട് നമ്മളെ അടുത്തൊക്കെ. ബുഹൂറ ഏരിയ എല്ലാവർക്കും അറിയാം. അപ്പോഴൊന്നും നേരം വെളുക്കാത്ത നാടേനി, ഇപ്പം നേരം വെളുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മെഡിക്കൽ ഷോപ്പ്, പിന്നെ മെഡിക്കൽ ഷോപ്പിക്കാണ് വരുന്നത്. പിന്നെ നമ്മൾ മക്സല, ഡ്രസ്സ് അലക്കണ സ്ഥലം, അതാണ് മക്സല. ലോണ്ട്രി അവിടെ എത്തിയിട്ടുണ്ട്, എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സ് സാധനങ്ങൾ ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ കൊടുക്കാണ്ട്. ഇത് ഒരു മദ്രസയായിട്ട് ഈ സൈഡിൽ. ഇവിടുത്തെ സ്കൂളൊക്കെ ഇതുപോലെ നമ്മളെ നാട്ടിലത്തെ പോലെ ബോർഡിൻ്റെ ബിൽഡിങ് കാര്യങ്ങളൊന്നും ഇല്ല. കുറച്ച് ക്വാളിറ്റി ഗവൺമെൻറ്റിനാണെങ്കിലും കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും. ഇത് ടർഫാണ്. നമ്മൾ ആദ്യമൊക്കെ ഇവിടെ കളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊന്നും നേരമില്ല, കളിക്കാൻ പോയിട്ട് കുളിക്കാൻ നേരമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ലോണ്ട്രിയിലെത്താനായിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ലോണ്ട്രി. ഇവിടെ നമ്മളെ റൂമിൽ നിന്ന് കുറച്ച് പോരാനൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ ദൂരമൊന്നും പറയാൻ പറ്റില്ല, വലിയ ട്രാഫിക് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് എത്തും. അപ്പോൾ ലോണ്ട്രിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുതപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ലോണ്ട്രിയിൽ നമ്മളെ പുതപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് റൂമിലേക്ക് ഉള്ള പരിപാടിയാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ഇപ്പോൾ റോഡ് റഷ് ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇലക്ട്രിക്കലിൻ്റെ കുറേ
പൈപ്പ് ഇടാൻ വേണ്ടി വയറിടാനോ കുറേ കീറിയിട്ടുണ്ട്. കുറേ അവിടെ പാണ്ടൻ്റെ ആ റോട്ടിക്ക് പോണോടത്ത് കുറേ വെള്ളം സേവേജ് മഴവെള്ളം പോകാൻ വേണ്ടി കുറേ കീറിയിട്ടുണ്ട്. അപ്പോൾ ഈ അപൂർവമുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.